ഹായ് ഓൾ, ഡോക്ടർ നിയാസ് ആണ് ഡോപ്പേന്ന്. നീറ്റ് ടിപ്പ് സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കണ്ടൻറ്റൊക്കെ ബേസിക്കലി നമ്മൾ എടുക്കുന്നത് നമുക്ക് റെഗുലറായി സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് റെസ്പോൺസ് അനുസരിച്ചാണ് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ സ്റ്റുഡൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യനാണ്, നമ്മൾ ക്രാഷ് കോഴ്സ് എടുക്കേണ്ടതുണ്ടോ? ഡോപ്പ അടക്കമുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർ ക്രാഷ് കോഴ്സൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലുള്ള കണ്ടൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് നിർബന്ധമായിട്ട് എന്തായാലും ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി ഒരു റിപ്പീറ്റിംഗ് കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് റിപ്പീറ്റിങ്ങിൻ്റെ കൂടെ തന്നെ ക്രാഷ് കോഴ്സ് എടുക്കേണ്ടതുണ്ടോ, ആരൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സ്റ്റഡി റിസോഴ്സസ് മൾട്ടിപ്ലി ആഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് എൻറോൾ ചെയ്ത് ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു കോഴ്സിന് പിന്നാലെ തന്നെ പോകുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റിസോഴ്സ് ആഡ് ചെയ്യുന്നത് നമുക്ക് സ്റ്റഡീസിന് എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു സിംഗിൾ റിസോഴ്സിൽ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇൻവോൾവ് ആയി നിൽക്കുന്നതാണ് ട്രെയിനിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. സ്റ്റിൽ ചില ആളുകൾ ക്രാഷ് കോഴ്സ് എടുക്കാറുണ്ട്, റിവ്യൂ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നോക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയുള്ള ആളുകൾക്ക് അത് നോക്കാം? ഓൾറെഡി ഡിസംബറൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഇനി കംപ്ലീറ്റ് ആവാൻ ബാക്കി ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ ഒരു 4 to 5 months ഓഫ് പ്രിപ്പറേഷൻ ബാക്കി നിൽക്കുന്ന ഈ സമയത്ത്. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ടാണ് ഇനി കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത്. സ്റ്റിൽ ഈ സമയത്ത് ചില ചാപ്റ്റേഴ്സ് നമുക്ക് അത്ര ഡൈജസ്റ്റഡ് ആയിട്ടില്ല. മാത്രമല്ല, ചില ചാപ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് എനിക്ക് അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതേപോലെ കംപ്ലീറ്റ് ക്ലാസ് കേട്ടിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആവും. മാത്രമല്ല, ചില ചാപ്റ്റേഴ്സിൽ എന്താണെന്ന് വളരെ കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ഡിപ്പെൻഡ് ചെയ്യാം. ദാറ്റ് ഡസൻ ഡിപ്പെൻഡ് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും ഒരേപോലെ സ്ട്രക്ചർഡ് ആയിട്ട് കേൾക്കണം എന്നല്ല, ചില ഏരിയാസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡോപ്പയുടെ ക്യാപ്സ്യൂൾ എന്നുള്ള കോഴ്സിനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം തന്നെ ടോപ്പേഴ്സ് ആയിട്ടുള്ള പല ആളുകളും അവർ മിസ്സായ ടോപ്പിക്കൊക്കെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ക്യാച്ചപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ വരുന്ന ഇനീഷ്യൽ പോർഷൻസ് മാത്രം കാണുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയസ് കിട്ടും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ മോക്ക് എക്സാമിനൊക്കെ, അതായത് 720 വരുന്ന എക്സാംസിനൊക്കെ ആ ചാപ്റ്റർ കവർ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഗായി, ബാക്ക്ലോഗ്സ് വന്നു, മിസ്സായി പോയ ചാപ്റ്റേഴ്സ് എന്നുള്ള ഫീലിംഗ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ രണ്ടാമത് നമ്മളെ പഠനം ട്രാക്കിൽ കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരിക്കലും നിങ്ങൾ ഒരു മെയിൻ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഡീഷണൽ മൾട്ടിപ്പിൾ കോഴ്സസ് ആഡ് ചെയ്യരുത്. ബട്ട് ക്രാഷ് കോഴ്സിലെ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ, റിപ്പീറ്റേഴ്സിനോടാണ് പറയുന്നത്, മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കവറപ്പ് ചെയ്യാനും അത് ക്യാച്ചപ്പ് ചെയ്യാനും, അതായത് ഒരു പഠനം ചിലപ്പോൾ നിങ്ങൾ ഫുൾ ചാപ്റ്റർ കണ്ട് തീർത്ത് എത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് പാരലലി ഒരു സോഫ്റ്റായ രൂപത്തിലേക്ക് നിങ്ങളുടെ പഠനത്തിലേക്ക് അത് അപ്രോച്ച് ചെയ്തെത്തിക്കാനൊക്കെ ക്രാഷ് കോഴ്സ് ഹെൽപ്ഫുള്ളാണ്. ബട്ട് ക്രാഷ് കോഴ്സിൻ്റെ എല്ലാ ചാപ്റ്ററും ഒരേമാതിരി അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടത് മാത്രം വേണ്ട രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് മെയിൻ സ്ട്രീം ഓഫ് സ്റ്റഡിയിലൂടെ തന്നെ കണ്ടൻറ്റ് കൊണ്ടുപോകുക. അതിപ്പോൾ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അതിൻ്റെ മെയിൻ ചാപ്റ്റർ കണ്ടൻറ്റ് വായിക്കുക. അതേപോലെ തന്നെ NCERT സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ ട്രൈ ചെയ്യുക. ആൻഡ് കുറേ അധികം ഏരിയാസിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ക്വസ്റ്റ്യൻ ചെയ്യാനൊരു ഏരിയ, റിവൈസ് ചെയ്യാനൊരു ഏരിയ, ഷോർട്ട് വീഡിയോസ് കാണാനൊരു ഏരിയ, അങ്ങനെ പോലത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ്. ക്രാഷ് കോഴ്സ് ഡെഫിനറ്റ്ലി +2 കഴിഞ്ഞ് എൻഡ് ആകുമ്പോൾ ഉള്ള ആളുകൾക്ക് വേണ്ടി തന്നെ ഉള്ളത് തന്നെയാണ്. ബട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ മിസ്സായി പോയ ചാപ്റ്ററിലോ സ്കിപ്പഡ് ആയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല എന്ന് തോന്നുന്നത് വളരെ കൺസൈസ് ആയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡോപ്പയിൽ അങ്ങനെ 2 പ്രൊഡക്റ്റാണ് അതിന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഒന്ന് ക്യാപ്സ്യൂൾ ക്രാഷ് എന്നുള്ള രൂപത്തിൽ വളരെ കൺസൈസ് ആയിട്ട് ഒരു മന്ത് കൊണ്ട് തന്നെ ഫുൾ കവർ ചെയ്യാൻ പറ്റിയ രൂപത്തിലേക്കാണ് അത് വെച്ചിരിക്കുന്നത്. അതൊരിക്കലും കംപ്ലീറ്റ് ഒരു കോഴ്സ് എടുത്തുന്ന ആളുകൾ റിപ്പീറ്റ് ചെയ്ത് അതിനെ മുകളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ചില ഹെൽപ്പിന് വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ HYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ, അത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബുക്കും അവൈലബിൾ ആണ്. 399 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബുക്ക് ലൈക്ക് നമുക്ക് എല്ലാ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളും അതേപോലെ തന്നെ ഹൈ ഈൽഡായിട്ടുള്ള ടോപ്പേഴ്സ് എഴുതിയ പക്ഷേ നോട്ടുകളോടും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ബുക്കാണ്. അതിൻ്റെ സാമ്പിൾ കോപ്പി നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. സോ നീഡഡ് ആണോ എന്ന് നോക്കുക, എന്നതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക. സോ ഓൾ ടുഗദർ എൻ്റെ സജഷൻസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും പുതിയതായിട്ടുള്ള മാർക്കറ്റിൽ പല സ്റ്റഡി മെറ്റീരിയൽസും കാണുന്നുണ്ടായിരിക്കും. എല്ലാം നിങ്ങളുടെ പഠനത്തിലേക്ക് ആഡ് ചെയ്യാനുള്ളതല്ല. വേണ്ട ചില കാര്യങ്ങൾ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ബാക്കി എന്താണോ നിങ്ങൾ റെഗുലർലി പഠിക്കുന്നത് അത് വെച്ചുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ. സോ ഇതേപോലെ പഠനം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നീറ്റ് സീരീസിലെ അടുത്ത വീഡിയോൻ്റെ കൂടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയി വരുന്നതാണ്. താങ്ക് യു.